കവിയൂർ പൊന്നമ്മ വിടവാങ്ങിയതിന്റെ സങ്കടം പങ്കിട്ട് പ്രിയപ്പെട്ടവരെല്ലാം എത്തിയിരുന്നു. 3 വർഷമായി സിനിമയിൽ സജീവമായിരുന്നില്ല പൊന്നമ്മ. എന്നാലും ഇത്ര പെട്ടെന്നൊരു വിയോഗം പ്രതീക്ഷിച്ചതേയില്ല. ഒത്തിരി നേരത്തെയായിപ്പോയി ഈ വിയോഗം എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. 12ാം വയസ്സിലായിരുന്നു പൊന്നമ്മ കലാരംഗത്തേക്ക് എത്തിയത്. മൂലധനം എന്ന നാടകത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് എത്തുകയായിരുന്നു. ശ്രീരാമ പട്ടാഭിഷേകമാണ് ആദ്യ ചിത്രം. 2021 ആണും പെണ്ണും എന്ന ചിത്രത്തിലായിരുന്നു ഒടുവിലായി അഭിനയിച്ചതും. കുടുംബിനിയിലായിരുന്നു ആദ്യം മുഴുനീള വേഷം അവതരിപ്പിച്ചതും. 700-ലധികം സിനിമകളിലും 30-ലധികം സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് കവിയൂർ പൊന്നമ്മ. ചേച്ചിയെ പോലുള്ള ഒരാൾ പോയി എന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സുകുവേട്ടന്റെ കൂടെ അഭിനയിച്ച് എന്റെ മോന്റെ ആദ്യ സിനിമയിലും അഭിനയിച്ചു. അതിലൊക്കെ ഉപരി വ്യക്തി ജീവിതത്തിൽ ചേച്ചിയുമായി നല്ല അടുപ്പവുമുണ്ട്. ഞങ്ങൾ അടുത്തടുത്തായിരുന്നു താമസിച്ചിരുന്നത്. മണിസ്വാമി സുകുവേട്ടന്റെ സുഹൃത്തായിരുന്നു. ഞങ്ങൾ അവിടെ പോവുകയും അവർ ഇവിടേക്ക് വരികയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഈ സമയത്ത് എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല. പ്രതികരണം ചോദിച്ചു വിളിക്കുന്നവരോടൊന്നും ഒന്നും പറയാനാവുന്നില്ല എന്നായിരുന്നു മല്ലിക സുകുമാരൻ പറഞ്ഞത്. പെട്ടെന്ന് വിളിച്ച് പറയൂ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും സംസാരിക്കാനാവുന്നില്ല. ചേച്ചിയുടെ ശബ്ദത്തിൽ തന്നെ ഒരു വാത്സല്യമുണ്ടായിരുന്നു. ചേച്ചി ചെയ്ത കഥാപാത്രങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് മാത്രമല്ല അത്. ചേച്ചി 2 ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു എന്നൊക്കെ അറിഞ്ഞിരുന്നു. ഇൻഫെക്ഷനൊക്കെ വരുമെന്നുള്ളതിനാൽ കാണാൻ പോയില്ല എന്നും മല്ലിക പറഞ്ഞിരുന്നു. ഇനി പ്രാർത്ഥിക്കുക എന്നല്ലാതെ എന്ത് ചെയ്യാനാണ്? സുകുവേട്ടന്റെ കൂടെയും എന്റെ കൂടെയും മക്കളോടൊപ്പവും എല്ലാം ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. അന്നത്തെ അനുഭവങ്ങളൊന്നും മറക്കാനാവുന്നതുമല്ല. കുടുംബത്തിൽ നിന്നൊരാൾ പോയതുപോലെയുള്ള വിഷമത്തിലാണ്. അസുഖാവസ്ഥയിൽ നിന്ന് മാറി വരുമായിരിക്കും എന്നായിരുന്നു കരുതിയത്. ചേച്ചി നല്ലൊരു പാട്ടുകാരി കൂടിയാണ്. ഞങ്ങളെല്ലാം കൂടുമ്പോൾ നല്ല കീർത്തനങ്ങളൊക്കെ പാടാറുണ്ട്. ചേച്ചി എന്തിനാ ഇത്ര പെട്ടെന്ന് പോയത്? ചേച്ചിയായും അമ്മയായും അമ്മുമ്മയായും ഞങ്ങളോടൊപ്പം നിന്നതല്ലേ? മുൻപേ പോയ തിരശ്ശീലയിലെ മക്കളും മരുമക്കളും സഹോദരങ്ങളുമായി ദൈവസന്നിധിയിൽ ശാന്തമായി ഇരിക്കൂ ചേച്ചി. മലയാള സിനിമ തറവാടിന് അമ്മയില്ലാത്ത അവസ്ഥയായി. പ്രണാമം ചേച്ചി എന്നായിരുന്നു മല്ലിക സുകുമാരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയത്.